എറണാകുളം മലയാറ്റൂരിൽ വീടിന് സമീപത്തെ പറമ്പിൽ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. ഈ മാസം 6-ാം തീയതി മുതലാണ് മലയാറ്റൂർ സ്വദേശി ചിത്രപ്രിയയെ കാണാതായത്. സംഭവത്തിൽ കുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. റാഫി, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? മലയാറ്റൂരിൽ നിന്ന് കാണാതായ ചിത്രപ്രിയയുടെ മൃതദേഹം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മലയാറ്റൂരിലെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ സംഭവം ഇതൊരു കൊലപാതകമാണ് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രപ്രിയയുടെ ശരീരത്തിൽ സാരമായി പരിക്കേറ്റ പാടുകളുണ്ട് എന്നുള്ളതാണ്. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിൽ തലയ്ക്കും ഒപ്പം തന്നെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റ പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തലക്കേറ്റ പരിക്കാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. കല്ലുപയോഗിച്ച് തലക്കടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരിക്കാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സമീപത്തായി ഇത്തരത്തിൽ വലിയ കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിത്രപ്രിയയുടെ മൊബൈൽ ഫോണും ഈ പ്രദേശത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാതാവുന്നത്. രാത്രിയിലാണ് ചിത്രപ്രിയയെ കാണാതാവുന്നത്. തുടർന്ന് ഈ ചിത്രപ്രിയയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഈ മൊബൈലിന്റെ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മലയാറ്റൂർ ഭാഗത്ത് ഈ ഫോൺ ഓഫായതായാണ് പോലീസിന് മനസ്സിലായത്. പിന്നീട് ഈ ഭാഗം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഈ പ്രദേശത്ത് നിന്ന് വളരെ രൂക്ഷമായ ഗന്ധം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ചേർന്ന് ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.